ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് ജിയോമെട്രിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ജിയോമെട്രിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലമൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജിയോമെട്രിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ഇപ്പോൾ ഒരു കോയിൻ ടോസാണ്. ഇതെന്താണെന്നുള്ളതെന്ന് പറയാം. ഒരു കോയിൻ ടോസിയാണെന്ന് വിചാരിക്കുക. ഒരു കോയിൻ ടോസിയാണ്. ഓക്കെ, എനിക്ക് മൂന്നാമത്തെ റോളിൽ അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഞാനിത് ചോയ്സ് ചെയ്യുമ്പോൾ, മൂന്നാമതായിട്ട് ഞാൻ ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് മൂന്നാമത്തെ ടോസിൽ എനിക്ക് ഹെഡ് കിട്ടണം. ഓക്കെ, മൂന്നാമത്തെ ടോസിൽ ഹെഡ് കിട്ടണം. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ടോസ് നമ്മൾ ചെയ്യണം, ശരിയല്ലേ? മൂന്നാമത്തെ ടോസിലാണ് ഹെഡ് കിട്ടേണ്ടത്. ഒന്നാമത്തെ ടോസ് ചെയ്യണം, രണ്ടാമത്തെ ടോസ് ചെയ്യണം, മൂന്നാമത്തെ ടോസും ചെയ്യണം. ഈ ഒന്നാമത്തെ ടോസിൽ എന്ത് വരണം? ടെയിൽ വരണം. രണ്ടാമത്തെ ടോസിൽ എന്ത് വരണം? ടെയിൽ വരണം. മൂന്നാമത്തെ ടോസിലാണ് എനിക്ക് എന്ത് കിട്ടേണ്ടത്? ഹെഡ് കിട്ടേണ്ടത്. എങ്കിൽ ഈ ഹെഡ് കിട്ടുന്നതിനെയാണ് ഞാൻ സക്സസ്സായി കണക്കാക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടോസിൽ ഹെഡ് കിട്ടുന്നതിനെ ഞാൻ എന്തായി കണക്കാക്കുന്നു? സക്സസ്. ഈ ഫസ്റ്റ് സെക്കൻഡും ടോസിൽ ടെയിൽ കിട്ടുന്നത് എന്താണ്? എൻ്റെ ഫെയിലിയറാണ്. ഓക്കെ, ഫെയിലിയർ. അപ്പോൾ ഈ സക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സക്സസ് ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് എത്ര തവണ ഫെയിലിയർ സംഭവിച്ചു, അല്ലെങ്കിൽ ഫസ്റ്റ് സക്സസ് എപ്പോഴാണ് ഒക്കർ ചെയ്തത്, അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ജിയോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്പെസിഫിക് ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ട്രയൽസ് നടത്തണം എന്നുള്ളതിനെയാണ് ജിയോമെട്രിക് പ്രോബബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളൊരു ഡൈസ് ത്രോ ചെയ്യുകയാണ്. ഒരു ഡൈസ് ത്രോ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവൻറ്റുകൾ? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഓക്കെ, എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു 5 കിട്ടണമെന്ന് വിചാരിക്കുക. എൻ്റെ സക്സസ് എന്ന് പറയുന്നത് 5 കിട്ടുന്നതാണ്. 5 കിട്ടുമ്പോഴാണ് എനിക്ക് സക്സസ് ഉണ്ടാവുക. ഞാൻ ആദ്യത്തെ വട്ടം ത്രോ ചെയ്തു. ഓക്കെ, ആദ്യത്തെ വട്ടം ത്രോ ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടി. രണ്ടാമത്തെ ത്രോയിൽ എനിക്ക് 4 കിട്ടി. മൂന്നാമത്തെ ത്രോയിൽ എനിക്ക് 6 കിട്ടി. നാലാമത്തെ ത്രോയിലാണ് എനിക്ക് 5 കിട്ടിയതെങ്കിൽ ഈ 5 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ എത്ര വട്ടം ത്രോ ചെയ്യേണ്ടി വന്നു ഡൈസിനെ? 3 തവണ. ഈ 3 തവണ എനിക്ക് കിട്ടിയത് ഫെയിലിയറാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച ആരെയാണ്? 5നെയാണ്. അതെനിക്ക് കിട്ടിയത്, ആ സക്സസ് സംഭവിച്ചത് 4ാമത്തെ ത്രോയിലാണ്. ആദ്യത്തെ 3 ത്രോയിലും എനിക്ക് എന്തോ സംഭവിച്ചത്? ഫെയിലിയർ. അപ്പോൾ ഈ 4ാമത്തെ ത്രോയിൽ 5 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 3 ത്രോ ചെയ്യേണ്ടി വന്നു. ഈ ഒരു 3 ത്രോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, വെയിറ്റിംഗ് ടൈം. ഇനി 4ാമത്തെ ത്രോയിലാണല്ലോ നമുക്ക് എന്ത് കിട്ടിയത്? ഈ പറയുന്ന 5 എന്ന് പറയുന്ന നമ്പർ കിട്ടിയത്. അപ്പോൾ അവിടെ നമുക്ക് സക്സസ് സംഭവിച്ചു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജിയോമെട്രിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്തും ജിയോമെട്രിക് സെറ്റിങ്സിനകത്തും തമ്മിൽ പ്രധാനമായി ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരേ ഒരു വ്യത്യാസം. അതായത് ബൈനോമിയലിലാണെങ്കിൽ നമുക്ക് ട്രയൽസിന് കൃത്യമായൊരു എണ്ണമുണ്ട്. ഇപ്പോൾ നമ്മൾ 10 വട്ടം ഡോസ് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ 3 വട്ടം ഡോസ് ചെയ്യാന്ന് പറയാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് സക്സസ് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ടോസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയുകയാണ്, ഒരു കോയിൻ 3 വട്ടം ഡോസ് ചെയ്യുന്നു. ഒരു കോയിൻ 3 വട്ടം ഡോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ വരുന്ന ഔട്ട്കംസ് HHT അങ്ങനെ 8 ഔട്ട്കം അവിടെ വരുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രത്യേക സക്സസ് സെറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സക്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഹെഡ് കിട്ടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വട്ടം കോയിൻ ഡോസ് ചെയ്യേണ്ടി വരുമോ അത്രയും തവണ എന്ത് ചെയ്യേണ്ടി വരും? ടോസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആദ്യത്തെ 50 വട്ടം ഡോസ് ചെയ്തപ്പോഴും ടെയിലാണ് കിട്ടിയെങ്കിൽ അത് മൊത്തം ഫെയിലിയറാണ്. 51ാമത്തതിലാണ് ഹെഡ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമുക്ക് സക്സസ് സംഭവിച്ചത്. അതുവരെ നമ്മൾ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ജിയോമെട്രിക് സെറ്റിങ്സും ബൈനോമിയൽ സെറ്റിങ്സും തമ്മിലുള്ള കീ ഡിഫറൻസ്. ഇതല്ലാതെ അത് തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല.
ഓക്കെ, ഇനി നമുക്ക് ജോമെട്രിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ പറഞ്ഞുകൊണ്ട് ആ ഇക്വേഷനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നും ഒരു എക്സാമ്പിളുടെ സഹായത്തോടു കൂടി അതെന്താണെന്നും മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഇൻ എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതാണ്ടേ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ റൈസ് ടു എക്സ് ഇൻറ്റു പി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ക്യൂ ഉണ്ട്, എക്സ് ഉണ്ട്, പി ഉണ്ട്. എന്താണ് ക്യൂ, എന്താണ് എക്സ്, എന്താണ് പി എന്ന് മനസ്സിലാക്കിയാൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് ക്യൂ, എന്താണ് എക്സ്, എന്താണ് പി എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഈ സക്സസിൻ്റെ പ്രോബബിലിറ്റിയെ പറയുന്ന പേരാണ് സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ് പി. ഓക്കെ, സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ് പി. ഞാൻ എഴുതിയത് തെറ്റിപ്പോയി, ഇവിടെയല്ല എഴുതേണ്ടത്, ഇവിടെ എഴുതണം. നോക്കിക്കോളൂ, സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ് എന്ത്, പി എന്ന് പറയുന്നത്. അപ്പോൾ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റിയാണ് എന്ത്, ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റിയാണ് എന്ത്, ക്യൂ എന്ന് പറയുന്നത്. എക്സ് എന്ന് വെച്ചാൽ വെയിറ്റിംഗ് ടൈമാണ്. എക്സ് എന്ന് വെച്ചാൽ എന്താണ്, വെയിറ്റിംഗ് ടൈം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഈ ജോമെട്രിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ക്യൂ എന്ന് പറയുന്നത് ഫെയിലിയർ, അതിൻ്റെ പ്രോബബിലിറ്റി. പി എന്ന് പറയുന്നത് സക്സസിൻ്റെ പ്രോബബിലിറ്റി. എക്സ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ടൈം. അപ്പോൾ ജോമെട്രിക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്യൂ റൈസ് ടു എക്സ് ഇൻറ്റു പി എന്നുള്ളതാണ്. ക്യൂ റൈസ് ടു എക്സ് ഇൻറ്റു പി. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റോളിംഗ് എ 3 ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഓൺ ദി 4th റോൾ? അപ്പോൾ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അവിടെ 3 വരണം. നമുക്ക് കിട്ടേണ്ടത് ആരെയാണ്? 3നെ. 3 എത്രാമതാണ് കിട്ടേണ്ടത്? 3 കിട്ടേണ്ടത് 4ാമത്തെ റോളിനാണ്. എത്രാമത്തെ റോളിലാണ്? 4ാമത്തെ റോളിൽ. ഓക്കെ, അപ്പോൾ ഒരു വട്ടം നമ്മൾ റോൾ ചെയ്തു, 2 വട്ടം റോൾ ചെയ്തു, 3 വട്ടം റോൾ ചെയ്തു, 4ാമത്തെ വട്ടം റോൾ ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? 3 എന്ന് പറയുന്ന നമ്പർ വീണത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ എഴുതണം? പി എഴുതണം, ക്യൂ എഴുതണം, എക്സ് എഴുതണം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസിൻ്റെ പ്രോബബിലിറ്റി, ക്യൂ എന്ന് പറഞ്ഞാൽ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ശരിയല്ലേ? ഇതിൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ആരാ? സക്സസ് എന്ന് പറയുന്നത് 3 വീഴുന്നതാണ്. ശരിയാണല്ലോ? 6 എണ്ണത്തിൽ എത്ര 3 ഉള്ളൂ? ഒരു 3 ഉള്ളൂ. അപ്പോൾ സക്സസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/6 ആണെന്ന് ഓർക്കുക. 1/6. ഇനി ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി നോക്കാം. ഓക്കെ, നമുക്ക് ഫെയിലിയർ സംഭവിക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? 1, 2 വീണ ഫെയിലിയറാണ്. നമുക്ക് 3 വീഴേണ്ടത്. 4, 5, 6 വീണാലും ഫെയിലിയറാണ്. അപ്പോൾ എത്ര ഫെയിലിയറിനുള്ള ചാൻസ് ഉണ്ട് അവിടെ? 1, 2, 3, 4, 5 ഫെയിലിയറിനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടുത്തെ പ്രോബബിലിറ്റി, ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി 5/6 ആണ്. 5/6. ഇങ്ങനെ ആലോചിക്കാം. നമുക്ക് വേണ്ടുന്നത് എന്താണ്? 3 ആണ്. ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ എത്ര 3 ഉള്ളൂ? ഒരു 3 ഉള്ളൂ. ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 6 ഔട്ട്കം ഉണ്ട് എങ്കിൽ അതിൽ 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി 6ൽ 1 ആണ്. 2, ഫെയിലിയറിനെ പറ്റി പറയുമ്പോൾ 3 ഒഴികെ ഏത് വീണാലും ഫെയിലിയറാണ്. അപ്പോൾ 1 വീണാൽ ഫെയിലിയർ, 2 വീണാൽ ഫെയിലിയർ, 4 വീണാലും 5 വീണാലും 6 വീണാലും ഫെയിലിയർ. അങ്ങനെ 5 നമ്പേഴ്സ് വീണ് കഴിഞ്ഞാൽ ഫെയിലിയറാണ്. അപ്പോൾ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി 6 എണ്ണത്തിൽ 5 എണ്ണമാണ്. ദാറ്റ് ഈസ് 5/6. ഇനി വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. 4th റോളിൽ നമുക്ക് 3 വീഴണം എങ്കിൽ നമ്മൾ എത്ര തവണ നമുക്ക് സക്സസ് കിട്ടുന്നതിന് മുമ്പ് ത്രോ ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. 4ാമത്തെ റോളിൽ നമുക്ക് 3 കിട്ടണം. നമ്മുടെ സക്സസ് കിടക്കുന്ന 4ാമത്തെ റോളിലാണ് എങ്കിൽ നമ്മൾ എത്ര തവണ റോൾ ചെയ്യേണ്ടി വരും? സക്സസ്സിന് മുൻപ് 3 തവണ. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിലോട്ട് പോകാം? ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിലേക്ക് പോകാം. നമുക്ക് പ്രോബബിലിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ റൈസ് ടു എക്സ് ഇൻറ്റു പി എന്നുള്ളതാണ്. ഓക്കെ, ക്യൂ എത്രയാണ് ഇവിടെ? ക്യൂ എന്ന് പറയുന്നത് 5/6 ആണ്. 5/6 റൈസ് ടു 3 ഇൻറ്റു 1/6 എന്നുള്ളതാണ്. 5/6 റൈസ് ടു 3 നമുക്ക് എങ്ങനെ എഴുതാം? 5 റൈസ് ടു 6 ഇൻറ്റു 5 റൈസ് ടു 6 ഇൻറ്റു 5/6 അല്ല 5/6. 5/6 ഇൻറ്റു 5/6 ഇൻറ്റു 5/6 ഇൻറ്റു പിന്നെ ആരുണ്ട്? 1/6. അതിനകത്ത് കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല.
നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതിയാകും. 5 × 5 25, 25 × 5 125. ഇവിടെ 6 × 6 36, 36 × 36 ചെയ്ത് നോക്കണം. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 1296 എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതിയാകും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഡെസിമലിലോട്ട് മാറ്റാം. അത് മാറ്റാൻ വേണ്ടിയിട്ട് 125 ഡിവൈഡഡ് ബൈ 1296നെ 100 കൊണ്ട് എന്ത് ചെയ്യുക, 100 കൊണ്ടല്ല, അത് പെർസെൻറ്റേജിലോട്ട് മാറ്റണം. ആ പെർസെൻറ്റേജിലോട്ട് വേണേൽ മാറ്റാം. ഇവിടെ പെർസെൻറ്റേജിലാക്കി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പെർസെൻറ്റേജിലാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പെർസെൻറ്റേജിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡെസിമലാക്കണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡെസിമലിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമലാവും. ഓക്കെ, പെർസെൻറ്റേജിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ പെർസെൻറ്റേജ് ആവും. എങ്ങനെ വേണമെങ്കിലും എഴുതുക. പ്രോബബിലിറ്റി നമുക്ക് ഫ്രാക്ഷനായിട്ട് വേണമെങ്കിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ആക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ ഡെസിമലാക്കിയോ ഒക്കെ എഴുതാം. പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുകയൊന്നും വേണ്ട, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോഴും അവിടെ ഒരു ഡിവിഷൻ വരും. ഓക്കെ, ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് റോളിംഗ് എ സം ഓഫ് 7 വിത്ത് 2 ഡൈസ് ഇൻ ഫ്യൂവർ ദാൻ 3 റോൾസ്? ഓക്കെ, ഫ്യൂവർ ദാൻ 3 റോൾസ്. നമ്മൾ 2 ഡൈസ് ത്രോ ചെയ്യുകയാണ്. 2 ഡൈസ് ഇപ്പോൾ അറിയാമല്ലോ, 1 2 3 4 5 6 എന്നുള്ളതാണ് ഓരോ ഡൈസിൻ്റെയും, അല്ലെങ്കിൽ 2 ഡൈസ് ഉണ്ട്, 2 ഡൈസിലെയും ഔട്ട്കംസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ്. അപ്പോൾ ഇത് ഓർമ്മയുണ്ടല്ലോ, 1 1 1 2 1 3 ഇങ്ങനെ നമ്മൾ എവിടം വരെ എഴുതിയത്? ഇവിടെ 2 1ൻ്റെത് എഴുതി, 3 1ൻ്റെത് എഴുതി, 4 1ൻ്റെത് എഴുതി, 5 1ൻ്റെത് എഴുതി, 6 1ൻ്റെത് എഴുതി, അങ്ങനെ 6 6 വരെ 36 ഔട്ട്കംസ് ഉണ്ട്. 36 ഔട്ട്കംസ്. അപ്പോൾ മൊത്തം 36 ഔട്ട്കംസ് ഉണ്ട്. പിന്നെ അത് നമുക്ക് എന്തോ കിട്ടേണ്ടത്? പ്രോബിലിറ്റി ഓഫ് റോളിങ് എ സം ഓഫ് 7. സം കിട്ടുന്ന 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 7 വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് 7 കിട്ടുന്ന ഔട്ട്കംസ് എല്ലാം ഒന്ന് എടുത്ത് എഴുതേണ്ടി വരും. 7 കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? സം 7 കിട്ടുന്നത് 1 1ൻ്റെതിനകത്ത് ഏറ്റവും ലാസ്റ്റ് വരുന്ന 1 6 ആണ്. അപ്പോൾ 1 6 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 7 കിട്ടുന്നുണ്ട്. സോ 1 6 നമുക്ക് എഴുതാം. പിന്നെ 2ൻ്റെതിനകത്ത് 2 5 വരുന്നുണ്ട്, 3ൻ്റെതിനകത്ത് 3 4 വരുന്നുണ്ട്, 4ൻ്റെതിനകത്ത് 4 3 വരുന്നുണ്ട്, 5ൻ്റെതിനകത്ത് 5 2 വരുന്നുണ്ട്, 6ൻ്റെതിനകത്ത് 6 1 വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് സമ്മായിട്ട് വരുന്നത്. 1 2 3 4 5 6 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സക്സസ് പി എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് ആണ്. 36 എണ്ണത്തിൽ 6 എണ്ണമാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫെയിലിയർ നോക്കാം. ഫെയിലിയർ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 30 എണ്ണം ഉണ്ട്. 30/36. അതായത് 36 എണ്ണത്തിൽ ഈ 30 ബാക്കിയുള്ള ഈ കൊടുത്തിരിക്കുന്നതൊഴികെ ആര് വന്നാലും ഫെയിലിയറാണ്. ശരിയല്ലേ? ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തതിൽ എത്രയാണ്? മൂന്നാമത്തെ റോളിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് ടൈം എന്തായിരുന്നു? തേർഡ് റോളിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് ടൈം ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്നത് 2 ആയിരുന്നിരുന്നേനെ. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവർ പറഞ്ഞിരിക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ഇവിടെ ഒരു കുരുക്കുണ്ട്. എന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ളത് നോക്ക്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? സം ഓഫ് 7 വിത്ത് 2 ഡൈസ് ഫ്യൂവർ ദാൻ 3 റോൾസ്. അതാണ് പ്രശ്നം. ഫ്യൂവർ ദാൻ 3 റോൾസ്. ഫ്യൂവർ ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-നേക്കാൾ ചെറുത് വരണമെന്നാണ്. 3-ന് മുമ്പ്, മൂന്നാമത്തെ റോളിന് മുമ്പ് നമുക്കിത് കിട്ടണം. മൂന്നാമത്തെ റോളിന് മുമ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം തന്നെ കിട്ടാം. ഓക്കെ, ആദ്യം തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് റോളിൽ തന്നെ നമുക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താ? 0 ആണ്. കാര്യം ഫസ്റ്റ് റോളിൽ കിട്ടി. സെക്കൻഡ് റോളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെയിറ്റിംഗ് ടൈം എന്താണ്? 1 ആണ്. അപ്പോൾ ഈ 2 കണ്ടീഷനും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ജോമെട്രിക് പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ജോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വെയിറ്റിംഗ് ടൈം എന്താണ്? എക്സ് 0 ആകുമ്പോഴുള്ളതും കണ്ടുപിടിക്കണം, പ്ലസ് എക്സ് 1 ആകുമ്പോഴുള്ളതും കണ്ടുപിടിക്കണം. അത് തമ്മിൽ ആഡ് ചെയ്യണം. അതാണ് ഇവിടുത്തെ ജോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഫ്യൂവർ ദാൻ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. തേർഡ് റോളിൽ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വെയിറ്റിംഗ് ടൈം 2 എടുത്ത് അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. വെയിറ്റിംഗ് ടൈം 2 എടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇവർ പറഞ്ഞിരിക്കുന്നത് വെയിറ്റിംഗ് ടൈം 2 എടുക്കുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഫ്യൂവർ ദാൻ 2-ന് മുമ്പ് എവിടെ വേണേലും വരാം. ചിലപ്പോൾ ഫസ്റ്റിൽ വരാം. അപ്പോൾ വെയിറ്റിംഗ് ടൈം 0 ആയിരിക്കണം. ചിലപ്പോൾ
സെക്കൻഡിൽ വരാം. അപ്പോൾ വെയിറ്റിംഗ് ടൈം 1 ആണ്. മൂന്നാമത്തേൽ വരണ്ട, 3ന് മുമ്പ് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? എന്താണ് q⁻x ഇൻറ്റു പി പ്ലസ് q⁻x ഇൻറ്റു പി. ഓക്കെ, ആദ്യത്തെ വെയിറ്റിംഗ് ടൈം നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? q⁻0 ഇൻറ്റു പി പ്ലസ് q⁻1 ഇൻറ്റു പി. ഇനി നമുക്ക് ക്യൂവിനും ബിക്കും വില കൊടുക്കാം. ക്യൂവിൻ്റെയും ബിൻ്റെ വില നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പി എന്ന് പറയുന്നത് എന്താണ്? 6/36 ആണ്. ക്യൂ എന്ന് പറയുന്നത് 30/36 ആണ്. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് 30/36. അപ്പോൾ നമുക്ക് എങ്ങനെ 30/36 ഇൻറ്റു 6/36 പ്ലസ് 30/36 ഇൻറ്റു എന്താണ് 6/36. ഇത് ചെയ്യുമ്പോൾ 30/36 1 ആണ്. എനി നമ്പർ 0 ആൻസർ എന്താണ്? 1 ആണ്. സോ അവിടെ 1 ആണ്. ഇൻറ്റു 6/36 കട്ട് ചെയ്ത് നമുക്ക് 1/6 എന്ന് എഴുതാം. പ്ലസ് ഇവിടെ 30/36 എന്ന് എഴുതിയിട്ട് ഇൻറ്റു 6/36 എന്ന് എഴുതാം. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്യാം. 6 1 36 6. പിന്നെ 13 36 നമുക്ക് 6ൻ്റെ ടേബിളിൽ തന്നെ കട്ട് ചെയ്യാം. 5ഉം 6ഉം. അപ്പോൾ അവിടെ എന്ത് വരും? 1 × 1/6 1/6 പ്ലസ് 5/6 ഇൻറ്റു 1/6. ദാറ്റ് ഈസ് 1/6 പ്ലസ് 5/36. ഓക്കെ, 1/6 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. 1/6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില 0.1666 എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഓക്കെ, പ്ലസ് 5/6ൻ്റെ 5/36 എന്ന് പറയുന്നത് 0.1388 എന്നും പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്താലോ നമുക്ക് 0.16666 പ്ലസ് 0.13888. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്യണം നമ്മൾ. 0.16666 പ്ലസ് 0.13888. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.305554 എന്നുള്ളതാണ്. പിന്നെ പെർസെൻറ്റേജിലേക്ക് മാറ്റുകയാണെങ്കിൽ 30.554 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. 30.56 എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ആൻസർ കിടപ്പുണ്ട്. ഇങ്ങനെ ഇത് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പ്ലസ് ഇട്ട് എഴുതേണ്ടി വന്നു എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കണം. എന്തുകൊണ്ടെന്നുള്ളതാണ് അവർ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ഫ്യൂവർ എന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എഴുതേണ്ടി വന്നത്. അതായത് മൂന്നാമത്തതിലല്ല വരേണ്ടത്. മൂന്നാമത്തതിന് മുമ്പുള്ള രണ്ടാമത്തതിലോ ഒന്നാമത്തതിലോ കിട്ടണം എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 2 എണ്ണം ചെയ്യേണ്ടി വരുന്നത്. അപ്പം 4ാമത്തതിന് മുമ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒന്നാമത്തതിൽ കിട്ടേണ്ടത് എഴുതണം, രണ്ടാമത്തതിൽ കിട്ടേണ്ടത് എഴുതണം, മൂന്നാമത്തതിൽ കിട്ടേണ്ടത് എഴുതണം. ഇത് 3ഉം കൂടെ കൂട്ടണം, ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് സംഭവം. ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ കുറച്ച് 1-2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കിനും കാര്യം മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സെർട്ടൻ ടൗൺ 30% ഓഫ് അഡൾട്ട്സ് ആർ വെരി ഫെമിലിയർ വിത്ത് മോഡേൺ CPR ടെക്നിക്സ്. ഒരു ടൗണിൽ 30 ആൾക്കാർക്ക് മോഡേൺ CPR ടെക്നിക്സിനെ പറ്റിയിട്ട് നല്ല ഐഡിയ ഉണ്ട്. ഇഫ് അഡൾട്ട്സ് ഫ്രം ദിസ് ടൗൺ ആർ റാൻഡംലി സെലക്റ്റഡ്. ഈ ടൗണിലെ അഡൾട്ട്സിനെ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ 6th person ആസ്ക്ഡ് ഈസ് ദ ഫസ്റ്റ് ദാറ്റ് ഈസ് ഫെമിലിയർ വിത്ത് CPR ടെക്നിക്സ്. നമ്മളിങ്ങനെ 1 2 3 4 5 6 ആൾക്കാരോട് ചോദിച്ചപ്പോൾ 6ാമത്തെ ആളിനാണ് ഈ മോഡേൺ ടെക്നിക്സിനെ പറ്റിയിട്ട് ഐഡിയ ഉള്ളത്. ബാക്കി 5 പേർക്കും അറിയില്ലായിരുന്നു എങ്കിൽ അത് അങ്ങനെ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അതല്ലേ, 3 കാര്യങ്ങൾ എഴുതിയാലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താണ്? പി. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? പി. രണ്ടാമത്തെ എന്താണ്? ക്യൂ. മൂന്നാമത്തെ എന്താണ്? എക്സ്. ശ്രദ്ധിക്കുക, ഒരു ടൗണിൽ 30% ആൾക്കാർക്ക് CPR ടെക്നിക്സിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതും? 30/100. 30% എന്ന് പറയുന്നത് 100 പേരെടുത്താൽ 30 പേരെന്നല്ലേ അർത്ഥം. 0 കട്ട് ചെയ്താൽ എന്ത് കിട്ടി? 3/10 കിട്ടി. അപ്പോൾ അറിയാത്തവർ എത്ര പേരുണ്ട്? 70 പേരുണ്ട് 100 പേരെ എടുത്താൽ. ശരിയല്ലേ? അപ്പം അവിടെ നമുക്ക് കിട്ടുന്നത് 7/10 എന്നുള്ളതാണ്. ഇനി വെയിറ്റിംഗ് ടൈം എത്രയാണ്? ആറാമത്തെ ആളോട് ചോദിക്കുമ്പോഴാണ് അയാൾക്ക് അറിയേണ്ടത്. അപ്പോൾ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 5 ആണ്. വെയിറ്റിംഗ് ടൈം 5. അപ്പോൾ പി ആണ്. പി കിട്ടി, ക്യൂ കിട്ടി, എക്സ് കിട്ടി. നമ്മളെങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു q⁻x ഇൻറ്റു പി. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 7/10 ആണ്. 7/10⁵ ഇൻറ്റു 5 ഇൻറ്റു 3/10.
ഇതിനെങ്ങനെ എഴുതാം? 7/10 ഇൻറ്റു 7/10 ഇൻറ്റു 7/10 ഇൻറ്റു 7/10 ഇൻറ്റു 7/10 ഇൻറ്റു 3/10. ഓക്കെ, അല്ലെങ്കിൽ 7/10 ദ ഹോൾ റൈസ് ടു 5 ഇൻറ്റു 3/10 നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതാം. 7/5 ഡിവൈഡ് ബൈ 10/5 ഇൻറ്റു 3/10 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് മുകളിലത്തെ നമ്പറെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? 50421 എന്ന് കിട്ടും. താഴത്തതോ 100000000. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.050421 എന്നുള്ളതാണ്. പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 100 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. പെർസെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 5.0421 എന്ന് കിട്ടും. ഇത്രയും പെർസെൻറ്റേജ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. ആ ഫ്യൂവർ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടല്ലോ, അത് മാത്രമാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വയ്ക്കേണ്ടത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു സ്റ്റാർട്ട് മൈ ഓൾഡ് ലോൺ മോവർ ഐ ഹാവ് ടു പുൾ എ കോഡ് ആൻഡ് ഹോപ്പ് ഫോർ സം ലക്ക്. ശരിയല്ലേ? ഈ ഗ്രാസ് കട്ട് ചെയ്യുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റോപ്പ് പിടിച്ച് വലിക്കണം. ഓക്കെ, ഓൺ എനി പർട്ടിക്കുലർ പുൾ ഐ ഹാവ് എ 20% ചാൻസ് ടു ഗെറ്റിംഗ് മൈ മോവർ ടു സ്റ്റാർട്ട്. ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, സ്റ്റാർട്ട് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 20% ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് 80% ആയിരിക്കും. അവിടെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ മാത്രം തൽക്കാലം ഫോക്കസ് ചെയ്യാം, എന്നിട്ടത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ എന്തൊക്കെ എഴുതണം? പി യു എഴുതണം, ക്യൂ എഴുതണം, എക്സ് എഴുതണം. എ പാർട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എ പാർട്ടിനെ പറ്റി മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസിൻ്റെ പ്രോബബിലിറ്റി 20% ആണ്. അതിന് നമുക്ക് 20/100 എന്ന് എഴുതാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/10 എന്ന് കിട്ടും. വീണ്ടും കട്ട് ചെയ്താൽ 1/5 എന്ന് കിട്ടും. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് അപ്പോൾ 80% ആണ്. ദാറ്റ് ഈസ് 80/100. 0 കട്ട് ചെയ്താൽ 8/10. വീണ്ടും കട്ട് ചെയ്താൽ 4/5. ഓക്കെ, ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ടേക്സ് മീ എക്സാക്ട്ലി 3 പുൾസ്. എക്സാക്ട്ലി 3 പുൾസ്, 3 പുള്ളിൽ സ്റ്റാർട്ടാവും. മൂന്നാമത്തെ പുള്ളിൽ അത് സ്റ്റാർട്ടായിരിക്കും എങ്കിൽ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 2 പുള്ളാണ്. ശരിയല്ലേ? മൂന്നാമത്തെ പുള്ളിൽ സ്റ്റാർട്ടാവുമെങ്കിൽ ഒന്നാമത്തെ പുള്ളിലും രണ്ടാമത്തെ പുള്ളിലും സ്റ്റാർട്ടാവില്ല. മൂന്നാമത്തെ പുള്ളാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ വെയിറ്റിംഗ് ടൈം എത്രയാണ്? വെയിറ്റിംഗ് ടൈം 2 ആണ്. നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എന്താ ഇക്വേഷൻ? പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ക്യൂ റൈസ് ടു എക്സ് ഇൻറ്റു പി. ഓക്കെ, ഇപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 4/5 ആണ്. 4/5 റൈസ് ടു 2 ഇൻറ്റു 1/5. അപ്പോൾ ഇവിടെ നമുക്ക് 4ൻ്റെ സ്ക്വയർ ബൈ 5ൻ്റെ സ്ക്വയർ എന്ന് കൊടുക്കാം, ഇൻറ്റു 1/5 എന്ന് കൊടുക്കാം. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഇൻറ്റു 1/5 എന്ന് കൊടുക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16/125 എന്ന് വരും. 16/125 എന്ന് വെച്ചാൽ 0.128 ആണ്. പെർസെൻറ്റേജ് ആക്കിയാൽ 12.8% എന്ന് കിട്ടും. നമ്മൾ സിമ്പിളായിട്ട് ചെയ്തു. നമ്മളിപ്പോൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസിയാണ്. ശരിയല്ലേ? ഈസിയാണ്. അപ്പോൾ നോക്കേ, എ പാർട്ടിൻ്റെ ആൻസർ എങ്ങനെ ചെയ്തേന്ന് നോക്ക്. നമ്മൾ പി എഴുതി, ക്യൂ എഴുതി, എക്സ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ടൈമാണ്, അത് 2 എന്ന് എഴുതി. പി ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എഴുതി, ക്യൂ റൈസ് ടു എക്സ് ഇൻറ്റു പി. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടി. പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, എൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ടേക്സ് മീ 4 or fewer pulls ഫോർ 4 അതിൽ ഒന്നുകിൽ 4ാമത്തെ പുള്ളിൽ സ്റ്റാർട്ടാവും, അല്ലെങ്കിൽ 3ാമത്തതിലോ 2ാമത്തതിലോ 1ാമത്തതിലോ സ്റ്റാർട്ടാകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ട് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇത് അതേ മോഡൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഫസ്റ്റ് പുള്ളിൽ സ്റ്റാർട്ടാവുന്നത് നമ്മൾ കണ്ടുപിടിക്കണം, സെക്കൻഡ് പുള്ളിൽ സ്റ്റാർട്ടാവുന്നത് കണ്ടുപിടിക്കണം, തേർഡ് പുള്ളിലും സ്റ്റാർട്ടാവുന്നത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പ്ലസ് ഫോർത്ത് പുള്ളി അത് സ്റ്റാർട്ടാവുമെങ്കിൽ അങ്ങനെ ഇത് 3 കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് എന്താണ്? ഫോർത്ത് പുള്ളിൽ സ്റ്റാർട്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പുള്ളി സ്റ്റാർട്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ക്യൂ റൈസ് ടു 0 ഇൻറ്റു പി. സെക്കൻഡിലാകുമ്പോൾ ക്യൂ റൈസ് ടു 1 ഇൻറ്റു പി. തേർഡിലാകുമ്പോൾ ക്യൂ റൈസ് ടു 2 ഇൻറ്റു പി. ഫോർത്തിലാകുമ്പോൾ ക്യൂ റൈസ് ടു 3 ഇൻറ്റു പി. അല്ലേ? നാലാമത്തതിലാണ് എന്ത് ചെയ്യുന്നതെങ്കിൽ നാലാമത്തതിലാണ് സ്റ്റാർട്ടാവുന്നതെങ്കിൽ വെയിറ്റിംഗ് ടൈം 3. മൂന്നാമത്തതിലാണ് സ്റ്റാർട്ടാവുന്നതെങ്കിൽ വെയിറ്റിംഗ് ടൈം 2. രണ്ടാമത്തതിലാണ് സ്റ്റാർട്ടാവുന്നതെങ്കിൽ വെയിറ്റിംഗ് ടൈം 1. ഒന്നാമത്തതിലാണ് സ്റ്റാർട്ടാവുന്നതെങ്കിൽ വെയിറ്റിംഗ് ടൈം 0.
ഓക്കെ, ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇതിനകത്ത് ഈ പറയുന്ന കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വേറൊരു പണിയില്ല. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 4/5 ആയിരുന്നു, ശരിയല്ലേ? പി എന്ന് പറയുന്നതോ? പി എന്ന് പറയുന്നത് 1/5 ആയിരുന്നു, ശരിയാണോ അല്ലയോ? ഇതിനകത്ത് വാല്യൂ കൊടുക്കാം, നോക്ക്. അപ്പോൾ എങ്ങനെ വരും? 4/5 ഇൻറ്റു 1/5 പ്ലസ് 4/5 ഇൻറ്റു 1/5 പ്ലസ് 4/5 ഇൻറ്റു 1/5 പ്ലസ് 4/5 ഇൻറ്റു 1/5. സോ നമുക്കിതിനെ 1 എന്ന് എഴുതാം. എനി നമ്പർ റേസ് 1 ആണെന്ന് പറഞ്ഞു. ഇൻറ്റു 1/5 പ്ലസ് 4/5 ഇൻറ്റു 1/5 പ്ലസ് 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 ഇൻറ്റു 1/5 പ്ലസ് 4 ക്യൂബ് 64, 5 ക്യൂബ് 125 ഇൻറ്റു 1/5. ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം, കുറച്ചും കൂടി സോൾവ് ചെയ്യാനുണ്ടല്ലോ ഇതെല്ലാം. അപ്പോൾ ഇവിടെ 1/5, ഇവിടെ 4/25, ഇവിടെ 16/25 ഇൻറ്റു 5 125 പ്ലസ് 64/125 ഇൻറ്റു 5 625. ഓക്കെ, ഡെസിമൽ ആക്കുമ്പോൾ 0.2, 0.16, 0.128, 0.1024 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.5904 എന്ന് കിട്ടും. പിന്നെ പെർസെൻറ്റേജിലേക്ക് ആക്കിയാൽ 59.04% എന്ന് കിട്ടും. ഓക്കെ, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാര്യം നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും ഒന്നും കൂടി വേറൊരു രീതിയിൽ ഇവിടെ ചെയ്തു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ റെപ്പറ്റീഷനായിട്ട് വീണ്ടും വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ വിചാരിച്ച് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അത്ര പാടുള്ള സംഭവമല്ല ഇത്, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പി എന്താണ്, ക്യൂ എന്താണ്, എക്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആ ഇക്വേഷനകത്തിട്ട് കൊടുക്കുന്ന കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല, സിമ്പിൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The X-33 jet fighter has 5% chance of crashing on any given ടെസ്റ്റ് ഫ്ലൈറ്റ്. നമ്മളൊരു ഫ്ലൈറ്റ് ടെസ്റ്റിന് വേണ്ടി അയക്കുമ്പോൾ അത് ക്രാഷ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 5% ആണ്. ക്രാഷ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് 5%. ദാറ്റ് ഈസ് 5/100. ഓക്കെ, ശരി. അപ്പോൾ ക്രാഷ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 95% ആണ്. ദാറ്റ് ഈസ് 95/100. ഓക്കെ, ഓക്കെ, നോക്കിക്കോ. വൺസ് ഇറ്റ് ക്രാഷസ് ദ പ്രോഗ്രാം വിൽ ബി ഹോൾട്ടഡ്. ഓക്കെ, ഒരു വട്ടം അത് ക്രാഷ് ആയി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അവിടെ വെച്ച് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഒരു വട്ടം അത് ക്രാഷ് ആയാൽ അവിടെ വെച്ച് പ്രോഗ്രാം എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോഗ്രാം ഹോൾട്ടഡ് ഓൺ ദ തേർഡ് ഫ്ലൈറ്റ്. മൂന്നാമത്തെ ഫ്ലൈറ്റിൽ എന്ത് ചെയ്യണം? പ്രോഗ്രാം നിർത്താനുള്ള അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഫ്ലൈറ്റിലല്ലേ എന്ത് ചെയ്യേണ്ടത്? നിർത്തേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്നത്, പി എന്ന് പറയുന്നതും എക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയാൽ ഈ പ്രോബ്ലം ചെയ്യാം. പി എന്ന് പറയുന്നത് എന്താണ്? ക്രാഷ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് ഇവിടെ. അപ്പോൾ 5/100. ക്യൂ എന്ന് പറയുന്നതോ 95/100. എക്സ് എന്ന് പറയുന്നത് മൂന്നാമത്തേനകത്തല്ലേ ആവേണ്ടത്. അപ്പോൾ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 2 ആണ്. എങ്കിൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, എങ്ങനെ ഇക്വേഷൻ? Q⁻x ഇൻറ്റു പി. ഓക്കെ, ദാറ്റ് ഈസ് 95/100 raised to 2 into 5/100. 95/100 raised to 2 into 5/100. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ 5 കൊണ്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 19/20 എന്ന് കിട്ടും. ഇവിടെ റേസ്റ്റ് 2 ഇൻറ്റു 1/20 എന്നും കിട്ടും. ഓക്കെ, 19ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 361, 20യുടേത് 400 ഇൻറ്റു 1/20. ദാറ്റ് ഈസ് 361 ഡിവൈഡഡ് ബൈ 8000 അല്ലേ, 8000. അപ്പോൾ ആൻസർ എന്താണെന്ന് അറിയാമോ? 0.045125 എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത് ആൻസർ, എ പാർട്ടിൻ്റെ ആൻസർ. രണ്ടാമത്തത് ബി പാർട്ട് നോക്കാം നമുക്ക്. ബി പാർട്ട് ഒരു ഇത്തിരി കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ബി പാർട്ട് പറയുന്നത് ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോഗ്രാം ലാസ്റ്റ്സ് മോർ ദാൻ 3 ഫ്ലൈറ്റ്സ്. പ്രോഗ്രാം എന്ത് ചെയ്യണം? 3 തവണയിൽ കൂടുതൽ എന്ത് ചെയ്യണം? നടത്തപ്പെടണം. അതായത് ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡും തേർഡും എന്താണ് ടെസ്റ്റ് ഫ്ലൈറ്റിൽ ഇതെന്ത് ചെയ്യാൻ പാടില്ല? ഫ്ലൈറ്റ് ക്രാഷ് ആവാൻ പാടില്ല. അപ്പോൾ ഇവിടെയും ക്രാഷ് ആവരുത്, രണ്ടാമത്തേലും ക്രാഷ് ആവരുത്, മൂന്നാമത്തേലും ക്രാഷ് ആവരുത്. അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആയതുകൊണ്ട് ഓരോ ഫ്ലൈറ്റ് പോകുന്ന അടുത്ത ഫ്ലൈറ്റിനെ എന്ത് ചെയ്യുന്നില്ല, ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. ആദ്യത്തെ 3 ഇവൻറ്റുകളും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോന്നും
ക്രാഷ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഒന്നാമത്തെ ഫ്ലൈറ്റ് ക്രാഷ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0.95. രണ്ടാമത്തതോ അതും 0.95. മൂന്നാമത്തതോ അതും 0.95. അല്ലെങ്കിൽ 0.95 എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95/100 അല്ലേ, അതിന് ഞാൻ ഡെസിമലാക്കി എഴുതിയെന്നേ ഉള്ളൂ. ഇത് മൂന്നോടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ 0.8575 എന്ന് കിട്ടും. ഓക്കെ, 0.8575 എന്ന് കിട്ടും. അത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ അതിനെ മൊത്തമായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇതൊരു ഏകദേശ വാല്യൂ ആണ്, ഞാൻ പറഞ്ഞ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ, അത് എഴുതിയാൽ മതിയാകും. ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറ്റർമിൻ ദി എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ്. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നൊരു കൺസെപ്റ്റും കൂടി നമുക്ക് ഈ ജോമെട്രിക് പ്രോബിലിറ്റിയിൽ പഠിക്കാനുണ്ട്. എക്സ്പെക്റ്റഡ് വാല്യൂ. ഓക്കെ, എക്സ്പെക്റ്റഡ് വാല്യൂ രണ്ട് കാര്യങ്ങളുടേത് നമ്മൾ നോക്കാറുണ്ട്. ഒന്ന് സക്സസിൻ്റെയും നോക്കാറുണ്ട്, രണ്ട് ഫെയിലിയറിൻ്റെയും നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇത്ര ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ Q/P എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. സക്സസ് ആണെന്നുണ്ടെങ്കിൽ 1/P എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. ഓക്കെ, ഫെയിലിയറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ Q/P എന്നുള്ളത് നോക്കണം. സക്സസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1/P നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നതെന്ന് നോക്കാം. ഡിറ്റർമിൻ ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ്. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ്, എത്ര ഫ്ലൈറ്റ് പോകും എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഫ്ലൈറ്റ് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സക്സസിനെ പറ്റിയല്ലേ പറയുന്നത്. ഓരോ ഫ്ലൈറ്റും എന്താവാതിരിക്കാനുള്ള എന്താണ്, ഓരോ ഫ്ലൈറ്റും ക്രാഷ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനാണ്, സക്സസിൻ്റെ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 1/P എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമുക്ക് 5/100 ആയിരുന്നു, ശരിയല്ലേ? അപ്പോൾ 1/A/B എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോകുന്നത്? B മേളിൽ പോകണം അല്ലേ? 1 × B/A എന്ന് എഴുതണം. ദാറ്റ് ഈസ് 1 × 100/5, ദാറ്റ് ഈസ് 100/5. ആൻസർ എത്ര വരും? 20 എന്ന് വരും. അപ്പോൾ 20 ഫ്ലൈറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂൻ്റെ ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്ത് നോക്കാം. അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് എക്സ്പെക്റ്റഡ് വാല്യൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റും കഴിയും, ജോമെട്രിക് പ്രോബിലിറ്റിയും കഴിയും. ഓക്കെ, ഈ ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് റോൾസ് ദാറ്റ് വിൽ ഒക്കർ പ്രയർ ടു എ റോളിംഗ് 3 ഫോർ ദ ഫസ്റ്റ് ടൈം? ഓക്കെ, നമ്മളൊരു ഡൈസ് ത്രോ ചെയ്യാണ്. 1 2 3 4 5 6 ഇത്ര ഔട്ട്കംസ് ആണ് ഇതിനുള്ളത്. ഇതിനകത്ത് നമുക്ക് വേണ്ടുന്നത് എന്താണ്? 3 വേണം. 3 വരണം. 3 വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1/6 എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സക്സസിൻ്റെ പ്രോബിലിറ്റി. നമ്മുടെ ഫെയിലിയർ 5 എണ്ണം ഉണ്ട്. 5/6 ആണ് Q. ഓക്കെ, ഇപ്പോൾ P എഴുതി, Q എഴുതി. ഓക്കെ, ഇനി നോക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് റോൾസ് ദാറ്റ് വിൽ ഒക്കർ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിട്ടുന്നത് ഫസ്റ്റ്, 3 ആദ്യം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എത്ര തവണ ഫെയിലിയർ ആവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3 നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതിന് മുമ്പ് എത്ര തവണ നമ്മൾ ഫെയിലിയർ ആവാം, അതിൻ്റെ പ്രോബിലിറ്റിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഫെയിലിയറിൻ്റെ ഇക്വേഷൻ എന്താണ്? Q/P എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ Q എത്രയാണ്? 5/6 / P എന്ന് പറഞ്ഞാൽ എന്താണ്? 1/6. അപ്പോൾ A/B / C/D എന്ന് തന്നാൽ എങ്ങനെ എഴുതും നമ്മളിതിനെ? A/B × D/C എന്ന് എഴുതണം. അതായത് താഴത്തെ ഫ്രാക്ഷൻ റെസിപ്രോക്കൽ ഇട്ട് മേളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5/6 × എന്ത് വരും? 6/1 എന്ന് വരും. അപ്പോൾ 6 ക്യാൻസൽ ആവും. ആൻസർ എന്ത് കിട്ടും? 5 എന്നുള്ളത് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കാൻ 2 മാർഗ്ഗമാണുള്ളത്. 2 ഓർത്ത് വെച്ചേക്കുക. ഒന്ന് ഫെയിലിയറിൻ്റെയും ഒന്ന് സക്സസിൻ്റെയും. ഫെയിലിയർ ആണെങ്കിൽ Q/P എന്ന് ഉപയോഗിക്കുക, സക്സസ് ആണെങ്കിൽ 1/P എന്ന് ഉപയോഗിക്കുക. ജെറ്റിൻ്റെ കേസിൽ നമ്മൾ 1/P വെച്ചാണ് ചെയ്തത്. കാരണം അവിടെ ഓരോ ഫ്ലൈറ്റും ആദ്യത്തെ 3 ഫ്ലൈറ്റ് സക്സസ് ആവാനുള്ള ആദ്യത്തെ 3 ഫ്ലൈറ്റല്ല, നമ്മൾ അയക്കുന്ന ഫ്ലൈറ്റുകളെല്ലാം സക്സസ് ആവാനുള്ളതിനെ പറ്റിയാണ് അവിടെ ചോദിച്ചത്. അതുകൊണ്ട് 1/P ഉപയോഗിച്ചു. ഫെയിലിയർ ആവാനുള്ളതിനെ പറ്റി ചോദിച്ചതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? Q/P ഉപയോഗിച്ചു. ഓക്കെ, ശരി.